പ്രിയമുള്ളവരെ, മുണ്ടക്കൈ മേഖലയിൽ ഉരുൾപൊട്ടിയവർക്കായുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സമയം 5 മണിയോട് അടുക്കുമ്പോൾ ഇപ്പോൾ മരണമടഞ്ഞവരുടെ സംഖ്യ 100ലേക്ക് അടുക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 95 പേരോളം ഇപ്പോൾ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 100ലേക്ക് മരണസംഖ്യ ഉയരുന്നു എന്ന് വേണം പറയാൻ. അതീവ ദുഷ്കരമാണ് രാവിലെയൊക്കെ രക്ഷാപ്രവർത്തനം എന്ന് വേണം പറയാൻ. കനത്ത മഴയും അതുപോലെ തന്നെ മണ്ണിടിച്ചിലും ഒക്കെ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. പ്രദേശത്തിന്റെ പല ഭാഗങ്ങളിലായി ഇപ്പോഴും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അവർ റോഡോ പാലമോ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ രക്ഷാപ്രവർത്തകർക്ക് എത്തിപ്പെടാനുള്ള ഒരു താമസം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ വൈകിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ സൈന്യത്തിന്റെ എല്ലാ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. സംസ്ഥാന പോലീസും ഫയർഫോഴ്സും അടക്കം പല റെസ്ക്യൂ സംഘങ്ങളും അടക്കം ഇവിടെ എത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. ഇപ്പോൾ 200ഓളം പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പല ഭാഗങ്ങളിലായി പല റിസോർട്ടുകളും ഈ മേഖലകളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിസോർട്ടുകളിലടക്കം നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇവരെ അടുത്തൊക്കെ വരും മണിക്കൂറുകളിലുള്ളിൽ തന്നെ സൈന്യവും രക്ഷാപ്രവർത്തകരും എത്തിച്ചേർന്നിരിക്കും. അതിന് യാതൊരുവിധ സംശയവുമില്ല. കാരണം അതിസാഹസികമായ ഈ സമയത്ത് പോലും, ദുഷ്കരമായ സമയത്ത് പോലും മികച്ച രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വിവരം അറിഞ്ഞ് സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലൊക്കെ നിരവധി പേരാണ് ഇപ്പോൾ മേപ്പാടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പരമാവധി കാഴ്ച കാണാനും ഈ ദുരന്ത വാർത്ത ചിത്രീകരിക്കാനും ഒക്കെ, അല്ലെങ്കിൽ പരമാവധി ആളുകൾ വരാതിരിക്കുക. കാരണം ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനാണ് ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തി എത്രയും പെട്ടെന്ന് അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ദൗത്യത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആരും കാഴ്ചക്കാരായി വരാതിരിക്കുക. അതുപോലെ തന്നെ മേപ്പാടിയിലേക്ക് അടക്കം ഇന്ന് നിരവധി പേർ അല്ലെങ്കിൽ അവശ്യ സാധനങ്ങളായി വരുന്നുണ്ട്. ഇന്ന് ഒഴിവാക്കിയിട്ട് നിങ്ങൾ നാളെ, അല്ലെങ്കിൽ പരമാവധി നാളെയും മറ്റന്നാളും ഒക്കെ വരാൻ ശ്രമിക്കുക. കാരണം രക്ഷാപ്രവർത്തനത്തിന് സൈന്യവും പോലീസും അടക്കം സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഉള്ള പല റെസ്ക്യൂ സംഘങ്ങളും അടക്കം ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കാതിരിക്കേണ്ടതാണ് ഏറ്റവും നല്ല മാർഗം. കാരണം ചുരം വഴിയുള്ള മെഡിക്കൽ കോളേജിലേക്ക് അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുണ്ടെങ്കിൽ ഇവരെ ചുരം വഴി കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചുരം വഴി ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ഗതാഗത തടസ്സം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പരമാവധി വയനാട്ടിലേക്ക് ഈ വാർത്ത അറിഞ്ഞ് അല്ലെങ്കിൽ ഈ കാഴ്ച കാണാനായി ആരും തന്നെ വരാതിരിക്കുക. ഇപ്പോൾ രക്ഷാപ്രവർത്തനം 5 മണിയൊക്കെ അടുക്കുമ്പോൾ ഇപ്പോൾ പ്രദേശത്ത് ആകെ വെല്ലുവിളി നിറഞ്ഞിരിക്കുന്നത് മഴ മാറി നിന്നെങ്കിലും പ്രദേശത്ത് കനത്ത മൂടൽമഞ്ഞ് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. കനത്ത കോട അല്ലെങ്കിൽ മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഇതൊരു തടസ്സമാണ്. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള സൈന്യത്തിന്റെ എയർ ലിഫ്റ്റിംഗ് അടക്കം ഇനി സാധ്യമാകുമോ എന്നുള്ള കാര്യവും ഈ സംശയിക്കേണ്ടതുണ്ട്. കാരണം പ്രദേശത്തെ കോടമഞ്ഞ് കാരണം അന്തരീക്ഷം മൊത്തം കാണാൻ സാധിക്കില്ല. ആ രീതിയിലുള്ള കോടമഞ്ഞാണ് ഇപ്പോൾ പ്രദേശത്തുള്ളത്. വിവരം അറിഞ്ഞ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളൊക്കെ നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് സൈന്യത്തിന്റെ വിവിധ യൂണിറ്റുകൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തമിഴ്നാടിൽ നിന്ന് NDRFന്റെ സംഘങ്ങൾ എത്തിയിട്ടുണ്ട്. തമിഴ്നാട് പോലീസിന്റെ സേവനം എത്തിയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ഇന്ത്യൻ പട്ടാളത്തിന്റെ പ്രത്യേക സേന ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധി പേരാണ് ഇവിടെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. മരിച്ചവരെ ഓരോ നിമിഷങ്ങളും ഇവിടെ മേപ്പാടി വിംസ് ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ മറ്റുള്ള ആശുപത്രികളിലൊക്കെയും എത്തിക്കുന്നുണ്ട്. പരിക്കേറ്റവരെയും എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മരണപ്പെട്ടവരെ അവിടുന്ന് മരണപ്പെട്ട് എന്ന് സ്ഥിരീകരിച്ചവരെ ഇവിടെ മേപ്പാടിയിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇപ്പോൾ എത്തിക്കുന്നുണ്ട്. ഇവരെ അധികം പേരെയും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കാരണം ഇവരെ അറിയുന്ന മുറിക്ക് പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഒരുപക്ഷെ ഓരോ ആംബുലൻസുകൾ പാഞ്ഞെടുക്കുമ്പോൾ അവരുടെ ബന്ധുക്കൾ തിരയുകയാണ്. അവരുടെ ഉറ്റവരായ മക്കൾ അല്ലെങ്കിൽ ഭർത്താവ്, ഭാര്യ അവരുടെ അരികിലുണ്ടോ അല്ലെങ്കിൽ അവർ ജീവനോടുണ്ടോ എന്നുള്ളത് അങ്ങനെ ഭയാനകമായുള്ള ചില ഹൃദയം നുറുങ്ങുന്ന കാഴ്ചയാണ് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട പിഞ്ചു കുട്ടികളെ, അതുപോലെ തന്നെ മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരെ, തന്നെ അവരുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ട മക്കളെ, അങ്ങനെ ഭാര്യമാരെ, മക്കളെ, അങ്ങനെ നിരവധി ഹൃദയം അലിയിക്കുന്ന നിരവധി കാഴ്ചകളാണ് നമ്മൾക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനത്തിന് സൈന്യം ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ മൂടൽമഞ്ഞാണ് ഇപ്പോൾ ഇതിനെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ രാത്രിയിലും ഇവരുടെ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണെങ്കിലും രാത്രിയിലും സജീവമായി തന്നെ രക്ഷാപ്രവർത്തനം തുടരും. പ്രദേശത്തെ മഴ മാറി നിൽക്കുന്നതാണ് ഏക ആശ്വാസം.